ഹായ്, ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പഴയ കാര്യമാണ്. അതായത് ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഇന്ന് മലയാറ്റൂർ ആ ഒരു ടൈമിൽ, അതായത് വെള്ളിയാഴ്ച ഹോളി വീക്കിൻ്റെ ടൈമിൽ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി മലയാറ്റൂർക്ക് പോയി. ഞങ്ങൾ ബസ്സിലാണ് പോയത്. ഒരു 7 മണിക്ക് ബസ്സിന് പോയി. ഒരു 8 മണിക്കൊക്കെയാണ് ബസ് അങ്കമാലിയിൽ നിന്ന് കിട്ടിയത്. പ്രൈവറ്റ് ബസ്സിലാണ് പോയത്. അപ്പോൾ ഞങ്ങൾക്ക് അത്ര ബഡ്ജറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ആ ടൈമിൽ ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടായ സമയത്ത് ഞങ്ങൾ ബസ്സിലാണ് പോയത്. പക്ഷേ ബസ് അങ്കമാലിയിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് മലയാറ്റൂർക്ക് ഒരു ബസ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മല കയറിയിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് രാത്രിയായപ്പോൾ അവിടെ നിന്ന്, അതായത് മലയാറ്റൂർ അടിവാരത്തു നിന്ന് കാലടിക്കോ അല്ലെങ്കിൽ അങ്കമാലിക്കോ കണക്ട് ചെയ്യാനായിട്ട് ഞങ്ങൾക്കൊരു ബസ് കിട്ടിയില്ല. അപ്പോൾ അവിടെ പറയുന്നത് എല്ലാവരും സ്വന്തം വണ്ടിയിൽ വരണം, സ്വന്തം വണ്ടിയില്ലാത്തവരൊന്നും മല കയറാൻ വരണ്ട എന്നുള്ളൊരു ഒപ്പീനിയനാണ് എനിക്ക് അറിയാൻ പറ്റിയത്, എനിക്ക് എൻ്റെ ഫ്രണ്ടിനും. അപ്പോൾ ഞങ്ങൾക്കത് വളരെ വിഷമമുണ്ടാക്കി. പിന്നെ അതുമാത്രമല്ല, അവിടുത്തെ ഓട്ടോ കാശ് ഫെയർ ഭയങ്കര ഹൈ ആയിരുന്നു. 350 റുപ്പീസായിരുന്നു. സംഭവം കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് കറക്റ്റാണ്. രാത്രിയാണ്. 13 കിലോമീറ്റർ ഉണ്ട് മലയാറ്റൂർ അടിവാരത്തുനിന്ന് കാലടിക്കും അങ്കമാലിക്കും. അതിനേക്കാളും കൂടുതലുണ്ട്. ഓക്കെ, സമ്മതിച്ചു. അപ്പോൾ ഞങ്ങൾ ഷെയർ ഇട്ടിട്ട് എല്ലാവരും കൂടി പോവുകയാണ് ചെയ്തത്. അന്ന് ഞങ്ങളുടെ കൂടെ രാത്രിയിൽ ഒരു 8 മണി 9 മണി ടൈമിൽ അവിടെ നിന്ന് മല ഇറങ്ങി കൊല്ലത്ത് നിന്ന് വന്ന ഒരു ചേച്ചിയും 2 പിള്ളേരും ഉണ്ടായിരുന്നു. എന്നിട്ട് അവർക്കും ഓട്ടോ കിട്ടാണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഷെയർ ഇട്ടിട്ടാണ് കാലടിയിൽ പോയത്. എന്നിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് ബസ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെയൊക്കെ ഒരു പീക്ക് ടൈം ആകുമ്പോഴെങ്കിലും മലയാറ്റൂർക്ക് കുറച്ച് ബസ് അറേഞ്ച് ചെയ്താൽ നല്ലതായിരുന്നു. ഞങ്ങൾ ബസ് കിട്ടാണ്ട് വളരെ ബുദ്ധിമുട്ടി. അപ്പോൾ ഞാൻ എന്താ പറയുക, അങ്കമാലി ബസ് ഡിപ്പോട്ടിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ, KSRTCയുടെ ബസ് ഡിപ്പോയിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കളക്റ്റീവായിട്ട് ഒരാൾക്കാർ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്പെഷ്യൽ സർവീസ് അവിടേക്ക് വെക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും പീക്ക് ടൈമായിട്ട് പോലും ഞങ്ങൾ അന്ന് പോയിട്ട് ഒരു ബസ്സും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കളക്റ്റീവായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്കമാലിത്തെ ആൾക്കാർ അടുത്തൊരു നോമ്പ് കാലത്തെങ്കിലും മലയാറ്റൂർക്ക് ബസ് സർവീസ് ബാക്കിയുള്ള ജനങ്ങൾക്ക് എൻഷുർ ചെയ്യണം. അത് അങ്കമാലിക്കാരോട് ഞങ്ങൾക്കുള്ളൊരു റിക്വസ്റ്റാണ്. കാരണം ഞങ്ങൾക്ക് അത്ര പൈസ ഒന്നുമില്ലെങ്കിലും ഒരു പിൽഗ്രിമേജ് സെൻറ്റർ വിസിറ്റ് ചെയ്യാനായിട്ട് ഇത്രയും കാശ് മുടക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വരാനുള്ളൊരു പള്ളി. അപ്പോൾ ഇത്രയും ഫേമസ് ആയിട്ടുള്ള അതൊരു ഇൻ്റർനാഷണൽ പിൽഗ്രിമേജ് സെൻറ്ററാണ്. അപ്പോൾ അവിടേക്ക് ഒരു ബസ്സില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്കമാലി KSRTC ഡിപ്പോയെ ഒരു കൊള്ളരുതായ്മയായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയത് മൊത്തത്തിൽ. പിന്നെ അത് മാത്രമല്ല, അവിടെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അതായത് അന്നൊരു രാത്രി ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ പോയത് തൃശ്ശൂർക്ക്. അപ്പോൾ അന്നിരിക്കുമ്പോൾ ഞാൻ ആ സ്റ്റേഷൻ്റെ എൻക്വയറി കൗണ്ടറിൽ കാണാണ് എത്ര ജനങ്ങളാണെന്നറിയോ വന്ന് ചോദിച്ചത്, മലയാറ്റൂർക്ക് ഒരു ബസ് ഉണ്ടോ, രാത്രി സർവീസ് ഉണ്ടോ. എന്നാൽ അങ്കമാലി KSRTC സ്റ്റാൻഡിൽ നിന്ന് കിട്ടിയ റിപ്ലൈ അവിടേക്ക് ബസ് ഇല്ല. അവർ കൂളായിട്ടാണ് അത് റിജക്റ്റ് ചെയ്തത്. അത്രയും പീക്ക് ടൈമിൽ പോലും അവർക്കൊരു ബസ് ഓടിപ്പിക്കാനായിട്ട്, ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ഒരു 13 കിലോമീറ്റർ ഓടിപ്പിക്കാൻ ഇത്ര പാടെന്താ? നമ്മളെല്ലാവരും കൂടി കൺസേൺ ചെയ്തിട്ട് വേണം അത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് അങ്കമാലിക്കാരുടെ റിക്വസ്റ്റാണ്. അങ്ങനെ ചെയ്ത് സാധാ ജനങ്ങൾക്കും പള്ളിയിലേക്ക് എത്താനുള്ള ഒരു സംഭവം നമ്മളും ചെയ്തു കൊടുക്കേണ്ടതാണ്. അവിടെ നിന്ന് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ ജീപ്പുകാരും ഓട്ടോറിക്ഷക്കാരും മാത്രമായിരുന്നു എന്താ പറയുക സംഭവം. ഓക്കെ, അത് അവർക്കും നല്ല സമയമാണ്. പക്ഷേ സാധാരണ ജനങ്ങൾക്കും പള്ളിക്ക് വരണം. സോ ഒരു KSRTC അറ്റ്ലീസ്റ്റ് ഒരു ലാസ്റ്റ് ബസ്സെങ്കിലും ഒരു 10 മണിക്കെങ്കിലും എടുക്കായിരുന്നില്ലേ? 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ബസ് ഉണ്ടായിരുന്നില്ല രാത്രി മലയാറ്റൂരിൽ നിന്ന്. അപ്പോൾ 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും മലയാറ്റൂരിൽ നിന്ന് അടിവാരത്തു നിന്ന് കാലടിക്കോ അങ്കമാലിക്കോ പോകണ്ട, എല്ലാവരും അവിടെ കിടന്നോന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഓട്ടോറിക്ഷക്കാരുടെയും ജീപ്പുകാരുടെ ഇടയിൽ 350 രൂപയും കൊടുത്ത് എല്ലാവരും സർക്കിറ്റ് അടിച്ചോന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് നെക്സ്റ്റ് ഇയറെങ്കിലും ഉണ്ടാവാതിരിക്കാനായിട്ടൊരു പ്രതിവിധി ഉണ്ടാവണം.